പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് പറഞ്ഞു സാക്ഷ്യം പറയുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന കൂടാതെ ഞങ്ങൾ പുറത്തിറങ്ങാറില്ലെന്ന്. അപ്പം അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരല്ലേ ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ഞാൻ അവരെല്ലാം ഇപ്പോൾ സമയത്ത് ഓർക്കുകയാണ്. ഈ പ്രാർത്ഥന കാത്തിരുന്ന് ശിരസമിച്ച് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നീ പോകുന്നിടത്തെല്ലാം ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഞാൻ ഉണ്ടാകുന്ന നല്ല ചില കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവവേദനെ നിന്റെ ഉച്ചയും മൂർത്താവിൽ കർത്താവ് ചുംബിക്കുകയും തൻ്റെ അണിപ്പെടുത്താവുന്ന അത്ഭുതകരം കൊണ്ട് നിന്റെ കൈകളെ കർത്താവ് ഷെയ്ക്ക് ചെയ്യുകയും നിനക്ക് കർത്താവ് ആശംസകൾ നേർന്നുകൊണ്ട് നിന്റെ ജീവിത വഴികളിൽ നീ എവിടെ പോയാലും ആരെ കണ്ടാലും അവിടെ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കാനും മാതാവിൻ്റെ മധ്യസ്ഥം നിനക്ക് ലഭിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കുഞ്ഞുങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷകളുടെ മേൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൂടെ പാടുള്ള വിഷയങ്ങൾ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ, എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ ചെവി പറയും മാത്സ് പാടാണ്, ഇംഗ്ലീഷ് പാടാണ്, അങ്ങനെ കുറേ വിഷയങ്ങൾ പറയും. അപ്പം അവർക്ക് പേടിച്ചിട്ടാണ് അവർ പറയണത്. അങ്ങനെ പേടിയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ് ഇപ്പോഴേ. അമ്മേ, അവിടെ കഴിവിനേക്കാൾ ഉപരി അവിടെ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങൾ ആ കടമ്പുകളെല്ലാം കടന്നു വരാൻ അവരെ അനുഗ്രഹിക്കണം. എന്തെല്ലാം പരീക്ഷകൾ, എന്തെല്ലാം ഇൻ്റർവ്യൂകൾ, എന്തെല്ലാം അഭിമുഖങ്ങളെല്ലാം നടക്കുമ്പോൾ അതിനെല്ലാം നീ പറയേണ്ട കാര്യങ്ങൾ എന്ത് പറയുമെന്ന് ഓർത്ത് മുൻകൂട്ടി ആലോചിച്ചു അത് ഉത്കണ്ഠപ്പെടേണ്ട. നീ പറയേണ്ടത് എന്താണെന്ന് ആ സമയത്ത് അറിവ് നൽകുന്നവർ എത്ര ഇൻ്റർവ്യൂ ആണ് കർത്താവേ. ഒന്നും ചോദിക്കാതെ വിടുകയും അതേസമയം ജോലി കൊടുക്കുകയും ചോദിക്കുമെന്ന് ഓർത്ത് ഭയപ്പെട്ട ചോദ്യത്തെ ചോദ്യകർത്താവ് വിഴുങ്ങിക്കളയുകയും നിന്നെ രക്ഷിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. കർത്താവേ, വലിയ യാത്ര പോകുന്നവരെ ആശീർവദിക്കുന്ന ഈശോയെ, അവർ കയറുന്ന വിമാനം, ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ എത്രയും വേഗം അവസാനിച്ച് ലോകം സമാധാനപൂർണ്ണമാക്കണം കർത്താവ്. യുദ്ധം ചെയ്യുന്നവരറിയുന്നില്ല. എത്രയോ മനുഷ്യരുടെ യാത്ര മുടങ്ങി, എത്രയോ മനുഷ്യർ ജീവിതം തീർന്നു, എത്രയോ മനുഷ്യർ ഇനി ഒരു കാലത്തും പൊങ്ങി വരാത്ത രീതിയിൽ അവരുടെ ബിസിനസ് തകർന്നു, അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി ജീവിതത്തിനെ ഭ്രാന്തി പിടിച്ച പോലെയാകുന്നു. കർത്താവേ, അങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികളിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാടിൻ്റെ പുസ്തകം വരെ ഇഴഞ്ഞു നടക്കുന്നൊരു മനുഷ്യനുണ്ട്, ഇഴഞ്ഞു നടക്കുന്നൊരു ജീവി. അത് സർപ്പമാണ്. സർപ്പം വെളിപാട് പുസ്തകത്തിലുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, ലൂക്കാൻ്റെ പുസ്തകത്തിലുണ്ട്, മർക്കോസിൻ്റെ പുസ്തകത്തിലുണ്ട്. സർപ്പം എല്ലായിടത്തേക്കും നിറഞ്ഞിരിക്കുന്ന ബൈബിളിൽ. ഇവിടെ ഒരു വ്യത്യാസമുള്ള വെച്ച് കഴിഞ്ഞാൽ ചിലർ സർപ്പം കയ്യിലെടുക്കും, ചിലർ സർപ്പത്തെ കയ്യിലെടുക്കും. ആ വ്യത്യാസമേ ഉള്ളൂ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സർപ്പമുണ്ട് എല്ലായിടത്തും. ഇപ്പം ഈശോ പറയത്തില്ലേ സർപ്പം, ഇപ്പം അവ പറയത്തില്ലേ സർപ്പം എന്നെ വഞ്ചിച്ചു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിലും സർപ്പമുണ്ട്. സർപ്പം തന്നെ രക്ഷപ്പെടാൻ വേണ്ടി അവൾക്ക് ചിറക് നൽകപ്പെട്ടെന്ന് വെളിപാട് 12 പറയുന്നില്ലേ. പുരാതന സർപ്പം ഒന്ന് യോഹന്നാൻ വെളിപാടിൽ വിളിക്കുന്നുണ്ട്, പിശാചിനെ വിളിക്കണ. അപ്പോൾ ഇതിന് ഈ സർപ്പത്തിനെ കൊണ്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തു വന്നതിന് ശേഷം സർപ്പത്തിനെ കൈകാര്യം ചെയ്യണ കാണാം. ക്രിസ്തു അപ്പോസ്തലന്മാർക്കൊരു അധികാരം കൊടുക്കും. അവർ എന്താണ്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും, ലൂക്ക 10:19, ഇതാ പാമ്പുകളുടെയും സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇനി മർക്കോസിന്റെ 16:18 വരുമ്പോഴും സർപ്പമുണ്ട്. മർക്കോസ് 16:18, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അപ്പൊ സർപ്പം കയ്യിലെടുത്തവരുമുണ്ട്, സർപ്പത്തെ കയ്യിലെടുത്തവരുമുണ്ട്, അല്ലേ? ഹവ്വാനെ സർപ്പം പറ്റിച്ച് കയ്യിലെടുത്തു, പിശാച് മനുഷ്യനെ കയ്യിലെടുത്തും. അതുപോലെ തന്നെ സർപ്പത്തെ കൈകാര്യം ചെയ്ത ആൾക്കാരുണ്ട്. അതന്നെ അതിന് ആത്മീയ അധികാരം വേണമെന്നാണ് ഈശോ ലൂക്ക 10:9 പറയണം. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സത്യവും ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. കർത്താവിനോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൽ നിന്ന്, അഭിഷേകത്തിൽ നിന്ന് അധികാരത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ട് വളരും. അപ്പോൾ അത് സ്പിരിച്വൽ സെൻസാണ്. ഇപ്പോൾ സർപ്പം പോലെ ഇരിക്കണ, ഇപ്പോൾ സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ? വിളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. ഇപ്പോൾ ചില അങ്ങനെയുള്ള സ്വഭാവമുള്ള മനുഷ്യരില്ലേ, അവരെ 10 പൈസ ഒപ്പിക്കാൻ വേണ്ടിയാണ് അവർ എന്ത് നീചമായ കാര്യങ്ങളും ചെയ്യണവരുണ്ട്. വിളിക്കണത് ഒന്നെങ്കിൽ ആൾക്കാരെ കൊത്താൻ, നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇര പിടിക്കാൻ. 2 കാര്യവും സർപ്പത്തിന് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നമ്മുടെ കമ്പനികളിലും സ്കൂളിലും എല്ലായിടത്തും നമുക്കിങ്ങനെയൊക്കെയുള്ള ഈ സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അവരൊക്കെ പാരയും സൂചിയും ഒക്കെ വെക്കും പലതരത്തിൽ.
അവർക്കത് അറിയത്തുള്ളൂ, അതാണ് വിഷയം. പക്ഷെ നമ്മളെ ഇതിനെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, അവർക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കും, ചില കേസുകളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തിനെ ഈ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യിപ്പിക്കുകയാണ്, അഭിസംബോധന ചെയ്യിപ്പിക്കുക. അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ നമ്മുടെ ആത്മീയ അധികാരം വർദ്ധിക്കണം. ആധ്യാത്മിക അധികാരം എന്ന് പറയുമ്പോൾ മരണം അർത്ഥവത്തായിട്ട് കർത്താവിൻ്റെ മരണം പ്രഖ്യാപിച്ചു, ഉയർപ്പ് വിശ്വസിച്ചു, വിശ്വാസം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു, പിന്നെ എന്താ വരവ് പ്രത്യാശിച്ചു. അങ്ങനെ വിശ്വാസ ദിവരഹസ്യങ്ങളെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അധികാരം വർദ്ധിക്കുന്നത്. ക്രിസ്തു നമ്മൾ ജീവിക്കാൻ തുടങ്ങണത്. അധികാരം വർദ്ധിക്കണമെന്ന് നമുക്ക് അറിയുന്ന അധികാരം തരികയല്ല, ഒരു സർട്ടിഫിക്കറ്റ് തരികയല്ല, മറിച്ച് ഒരു അപ്പോയിൻമെൻറ്റും അല്ലത്. മറിച്ച് ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴാണ് അത് ഈശോ പറയണത്, ഞാനല്ല എൻ്റെ പിതാവാണ് എന്നിൽ പ്രവർത്തിച്ച് എന്നെ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. അങ്ങനെ വരും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു അനുഗ്രഹ ലെവലിൽ നിന്ന് മാറി അഭിഷേക ലെവലിൽ വന്നു, അതിനേക്കാൾ ഉയർന്ന് അധികാര ലെവലിലേക്ക് വരണം. സർപ്പങ്ങളെ കീഴടക്കാൻ അതാണ് മാർഗം. അപ്പം നോൻപ് കാലം പറ്റിയൊരു കാലമാണ്. അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മൾ മനസ്സായി യോജിച്ച് ജീവിതം കൊണ്ട് അതിൻ്റെ അകത്ത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ജീവിതത്തിന് കിട്ടുന്ന ഒരു ക്രിസ്തു വസിക്കുന്ന ഒരു സ്വാഭാവിക ശക്തി കിട്ടും. അപ്പോൾ പലരും സാക്ഷ്യം പറയുമ്പോൾ എന്താ പറയണത്, എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ സഞ്ചാരി മാതാവ് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണവർ അവരൊറ്റക്കായിരിക്കും, വേറെ രാജ്യത്തായിരിക്കും, പക്ഷേ ദൈവം അവരുടെ കൂടെ ഉണ്ട്. ആ സിറ്റുവേഷൻ അവർ അധികാരത്തോടെ തന്നെ കൈകാര്യം ചെയ്യും. ഉടമ്പടി പോലെ മനുഷ്യൻ്റെ അധികാരം വർദ്ധിപ്പിക്കാൻ നല്ലത് ദൈവം വസിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഏറ്റവും മാതൃകയായിട്ടുള്ളൊരു ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിലാണെങ്കിൽ അനുഗ്രഹത്തിന് തലം വിട്ട് അഭിഷേകത്തലം വിട്ട് അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിന്റെ ജീവിതം പുനഃക്രമീകരിക്കാൻ ദൈവം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈ പുണ്യമായ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിനെ ഓർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് എലിസബത്ത് ബെൻസൺ. ഞാൻ തൊടുപുഴയിൽ അരിക്കുഴ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ 2 വർഷമായി UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 മെയ് 17-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റിയാണ് ആദ്യമായി കൃപാസനത്തെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ സമയത്ത് അമ്മ മാതാവ് തന്ന വളരെയേറെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് എനിക്ക് OET പാസ്സാവാനും നഴ്സിംഗ് പാസ്സാവാനും അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനും സാധിച്ചത്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, UK എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ സിറ്റുവേഷനും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ മാതാവിനെയും ഈശോയും കംപ്ലീറ്റ് ആയിട്ട് മറന്നു. ഞാൻ കൂടുതലായിട്ടും ലൗകികമായ കാര്യങ്ങളിൽ, സ്ഥലങ്ങൾ കാണാൻ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തു. ആത്മീയമായി ഞാൻ ദൈവത്തിന് വേണ്ടി 5 മിനിറ്റ് പോലും ഞാൻ ചിലവഴിച്ചില്ലായിരുന്നു. പണ്ടൊക്കെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ദൈവമായിട്ടുള്ളൊരു കണക്ഷൻ എൻ്റെ അടുത്ത് നിന്ന് പോയായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേ ബൈ ഡേ എനിക്ക് സ്റ്റെപ്പ് ഡൗൺ ആണ് നടന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു സമാധാനമില്ല, സന്തോഷമില്ല, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എനിക്ക് എപ്പോഴും സങ്കടമാണ്. നമ്മൾ UK ഉള്ളവർക്കറിയാം, നമ്മുടെ പേരൻസും ഫാമിലിയും ആരും അവിടെ കാണത്തില്ല. നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും തന്നെ അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കൂടുതൽ സമയം ഫോണിലാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ യൂട്യൂബ് എടുത്തപ്പോഴാണ് എനിക്ക് കൃപാസനത്തിലൊരു സാക്ഷ്യം വന്നത്. ആ സാക്ഷ്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അന്ന് കുറേ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞു, ഒത്തിരി കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര കരഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി സോറി പറഞ്ഞു. കാരണം ഞാൻ അമ്മയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അമ്മയെ ഞാൻ മറന്നു, ഈശോയെ ഞാൻ മറന്നു പോയതിനെ ഓർത്ത് ഞാൻ സോറി പറഞ്ഞു. അന്ന് തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം, മനസ്സിനൊരു റിലാക്സേഷൻ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി കിടന്നുറങ്ങുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ വാതിലിൽ വന്ന് ആരോ നോക്ക് ചെയ്തു. ഭയങ്കര ഒച്ചയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരി നാട്ടിൽ പോയേക്കുമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഫ്ലാറ്റിലുണ്ടായിരുന്നത്.
ഞാൻ നോക്കിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആൾ തോക്കൊക്കെ ഇട്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ താഴെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റ്, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു സിനഗോഗിൽ കുറച്ച് ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്തു. അപ്പം അവിടെ മൊത്തം പ്രശ്നമായി. അവരുടെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഞങ്ങളെ ആ 3 ദിവസത്തേന് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ച് കയറ്റിയില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ഞാൻ ഇട്ട ഡ്രസ്സിൽ ആ ഒരു ജാക്കറ്റ് മാത്രം ഇട്ട്, എൻ്റെ കയ്യിൽ ഒരു ബാങ്ക് കാർഡ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവത്തിൻ്റെ തീക്ഷ്ണതയും തീവ്രതയും മനസ്സിലായപ്പം മാതാവിന് അത്ര വലിയ ആ അറ്റാക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് മാറിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്കായിരുന്നു അറ്റാക്ക് വരുന്നത്. അന്ന് ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ എന്നാണോ നാട്ടിലേക്ക് വരുന്നത് ഉറപ്പായിട്ടും അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. ആ 3 ദിവസവും മാതാവാണെങ്കിൽ അമ്മയുടെ നീലക്കച്ചയിൽ എന്നെ പൊതിഞ്ഞ്, എനിക്ക് ഒരു പ്രശ്നവും എൻ്റെ കയ്യിൽ ബാങ്ക് കാർഡ് ഇല്ലായിരുന്നു, എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം എന്ന് പറയുമ്പം ഫസ്റ്റ് ഡേ എനിക്ക് കൗൺസിലിൻ്റെ അക്കോമഡേഷൻ കിട്ടി. പിന്നെ 2 ദിവസം ഞാൻ എൻ്റെ കസിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആ 1 മാസത്തിന് അവിടെ മൊത്തത്തിൽ സുരക്ഷിതമായി. അപ്പം ഞാൻ ആലോചിക്കുമോ, ഞാൻ ഇത്രയൊക്കെ മാതാവിനെ മറന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടും അമ്മ എന്നെപ്പറ്റി കരുതലുണ്ട്. ഞാൻ അമ്മയോട് എപ്പോഴും നന്ദിയും പറഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടുപോയതിനോർത്ത് സോറി പറഞ്ഞു. അതുപോലെ തന്നെ ഞാനൊരു മെൻ്റൽ ഹെൽത്ത് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ആദ്യം ചെന്നപ്പോൾ ഒന്നും ജോബ് അത്ര പാടായിട്ട് തോന്നിയില്ല. പിന്നെ ഇപ്പം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ലാംഗ്വേജ്, നമ്മളിവിടെ പഠിക്കുന്ന രീതിയേ അല്ല അവിടുത്തെ പേഷ്യൻസിന് ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടണം എന്നില്ല. നമ്മളടുത്ത് ചിലപ്പം ഷൗട്ട് ചെയ്ത് സംസാരിക്കാം. നമ്മളിവിടെ ഒരു രീതി വളർന്നു വന്നിട്ട് അവിടെ ചെന്ന് പെട്ടെന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ കൊളീഗ്സിൻ്റെ സൈഡിൽ നിന്നും പല പ്രശ്നങ്ങൾ. നമ്മൾ എത്ര ചെയ്താലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമ്മൾ ചെയ്യുന്നതിനെല്ലാം കുറ്റം, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ അവർ ക്രെഡിറ്റ് എടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസ് ചില സമയത്ത് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള പേഷ്യൻസാണ്. ചില സമയത്ത് നമ്മളെ അറ്റാക്ക് ചെയ്യാം. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ബലം എന്ന് പറയും, കാരണം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ വീട്ടുകാർക്ക് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് കാണും. അതുപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലവും കാശുരൂപവും ധരിച്ചാണ് പോകുന്നത്. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു പോകുന്ന ദിവസങ്ങളിൽ എനിക്കൊരു കുഴപ്പവും, ഞാൻ ചെല്ലുന്ന ഓഫീസിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അപ്പം എന്നോട് ആൾക്കാരൊക്കെ പറയും, എലിസബത്തിന് ഇച്ചിരി മുമ്പ് വരെ ഷിഫ്റ്റ് ഭയങ്കര പാടായിരുന്നു, എലിസബത്ത് വന്നപ്പോൾ തൊട്ട് ഷിഫ്റ്റ് എളുപ്പമായല്ലോ. കാരണം മാതാവിനെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പവും ഒരു അപകടങ്ങളോ ഒന്നും വർക്കിൻ്റെ സ്ഥലത്തൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ വർക്ക് ചെയ്യുന്നിടത്തുള്ള കൊളീഗ്സ് മാറിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മേനെ വിളിച്ച് കരയുമായിരുന്നു. നമുക്കവിടെ പിടിച്ച് നിന്നേ പറ്റൂ, കാരണം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഞാനൊരു ദിവസം എനിക്ക് കണ്ടിന്യൂസ് നൈറ്റ് ഇട്ടു. 3 മാസമൊക്കെ നൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഒന്നാമത്തെ നൈറ്റ് ചെയ്യാൻ എനിക്ക് തലവേദന അങ്ങനെ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം രാവിലെ മൊത്തം എനിക്ക് സമൂഹവും അല്ലെ ലോകമായിട്ടൊരു കണക്ഷനും ഇല്ല. ഞാൻ ഒരു ദിവസം പെട്ടെന്നൊരു ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു. പെട്ടെന്ന് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അവർ ആ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, എലിസബത്ത് ഇൻ്റർവ്യൂവിന് വരണത്. എൻ്റെ ഒരു ഇൻ്റലിജൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു CV വെച്ചിട്ട് അവരെന്നെ ഒരിക്കലും വിളിക്കില്ല. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര ചുമ. ഞാൻ ഇച്ചിരി മാതാവിൻ്റെ ഉപ്പെടുത്ത് അമ്മ എനിക്ക് വിധിച്ചിട്ടുള്ളതാണ് ഈ ജോലി എനിക്ക് തരണം. എനിക്ക് സ്ഥാനക്കയറ്റമല്ല, എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ മടുത്തു. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങളും. ഞാൻ ഒപ്പിട്ടു പ്രാർത്ഥിച്ചു. ഞാൻ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ വളരെ പ്ലസൻ്റായ ലേഡി, നമ്മുടെ അമ്മ മാതാവ് ചിരിക്കുന്നോണം ഭയങ്കര ചിരിച്ചിരിക്കുക. ഞാൻ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫോർമലായിട്ടുള്ള ഡ്രസ്സൊന്നും ഇട്ടിട്ടല്ല പോയേ. ഞാൻ അവിടെ ചെന്നു. അവർ ചോദിച്ച എനിക്കറിയത്തില്ല, പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ഒരു പോസിറ്റീവ് ഫീൽ വന്നു. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഉത്തരങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. ഞാൻ പൊതുവെ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ഞാൻ എല്ലാ ആൻസറുകളും പറഞ്ഞു. പക്ഷേ എനിക്കറിയാം ആസ് എ പേഴ്സൺ ഞാൻ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ ഭയങ്കര പൊട്ടത്തെറ്റായിരുന്നു. അവരെ എന്തായാലും ഒന്നും പറയാത്തതെന്ന് ഞാൻ ആലോചിച്ചു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും ചുമ തുടങ്ങി. ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തു, 2 ദിവസം വെയിറ്റ് ചെയ്തു, 3 ദിവസം വെയിറ്റ് ചെയ്തു. അവരെന്നെ വിളിച്ചില്ല. പക്ഷേ പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ നാട്ടിൽ 2:30 അതായത് അവിടുത്തെ 9 മണിക്ക് അവരെന്നെ വിളിച്ചു, എലിസബത്ത് ഇൻ്റർവ്യൂ സക്സസ് ആയിരുന്നു. അതും ബാൻഡ് 6 ഡെപ്യൂട്ടി വാർഡ് മാനേജറായിട്ടാണ്. എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട് എനിക്ക് ഒരിക്കലും അത് കിട്ടില്ല. കാരണം ഞാൻ പഠിച്ചു വരുമ്പോൾ എൻ്റെ ടീച്ചേഴ്സിനും എല്ലാവർക്കും അറിയാം ഞാനൊരു മോഡറേറ്റ് സ്റ്റുഡൻ്റാണ്. അതിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടോ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ല. എൻ്റെ കൂടെ വന്നവരിൽ ആർക്കും അത് കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ പോകാൻ പോകുന്നത്
കുറച്ചും കൂടി എളുപ്പമുള്ള സ്ഥലത്തേക്കാണ്. എനിക്ക് ഒത്തിരി അമ്മ മാതാവിനോട് ഞാൻ തീരാത്ത കടപ്പാടുണ്ട്. ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ കുഞ്ഞായിരിക്കും, ജനിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് തറവാട് വീടാ ഉണ്ടായിരുന്നുള്ളൂ. അത് പപ്പയുടെ പപ്പ വഴി അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ വീടാണ്. എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കസിൻസിനും എല്ലാവർക്കും നല്ല വീടുണ്ട്. ഞങ്ങൾക്ക് മാത്രം ഒരു നല്ല ഭവനമില്ല. എപ്പോഴും ഞങ്ങളുടെ ഒരു വലിയ ഡ്രീമായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞാൻ മാതാവിനോട് പറയുന്ന, അമ്മ എനിക്കൊരു വീട് തരണം, എനിക്ക് പുതിയൊരു ഭവനം തരണം. ഞാൻ ആ സ്ഥലത്ത് നാട്ടിലായിരുന്നപ്പോൾ എന്നും ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. UK-ലായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ടേബിളിൻ്റെ അവിടെ ഞാൻ കുഞ്ഞൊരു വീടെന്ന് വരച്ചിട്ട് അവിടെ ഞാൻ ഒപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മെയ്യിലൂടെ ഞങ്ങളുടെ വീട് പണി തുടങ്ങി. 9 മാസം കൊണ്ട് എനിക്ക് സ്വപ്നം കാണാവുന്നേക്കാൾ വലിയൊരു വീടാണ് അമ്മ മാതാവ് തന്നത്. 4 ബെഡ്റൂമാണ്. ഞാൻ അത്രയും വലിയ വീടൊന്നും ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഇപ്പം ആ വഴിക്കൂടെ പോകുന്ന എല്ലാ മനുഷ്യരും പറയുന്നത് ഇത്ര മനോഹരമായൊരു വീടാ അവിടെ എങ്ങും ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ അർഹിക്കാത്തതിനേക്കാൾ അത്ര അനുഗ്രഹമാണ് അമ്മ മാതാവ് തന്നത്. എനിക്ക് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നമ്മൾ പ്രാർത്ഥിച്ച അമ്മ മാതാവ് എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറ്, ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു നിശ്ചിത തുകയെടുത്ത് പാവപ്പെട്ട അമ്മമാർക്ക്, മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള അമ്മമാർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ആരെങ്കിലും എൻ്റെ അടുത്ത് സഹായം ചോദിച്ചാൽ എൻ്റെ കയ്യിലുണ്ടോ എന്ന് ഞാൻ നോക്കത്തില്ല, ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഉടമ്പടി ധ്യാനം കേൾക്കും. പിന്നെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ സംസാരിക്കുന്നത് എന്നോടായിട്ടായിരിക്കും. എനിക്ക് അതിനുള്ള ആൻസർ ആയിരിക്കും ജോസഫ് അച്ഛൻ പറയുന്നത്. നമുക്കത് ഭയങ്കര ഒരു സമാധാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നാട്ടിലായിരുന്നപ്പം പത്രങ്ങളിൽ എല്ലാവർക്കും കൊടുക്കാറുണ്ടായിരുന്നു. വീട്ടിലെ അമ്മയാണെങ്കിലും എല്ലാ 3-ാം ഞായറാഴ്ച ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് പൊതിച്ചോറ് അത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കൂടുതലും എനിക്ക് ആത്മീയമായി വന്നൊരു ചേഞ്ച് എന്ന് പറയുമ്പം, ഞാൻ പണ്ട് അങ്ങനെ ആർക്കും വേണ്ടിയൊന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ഞാൻ പണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിസ്സാര കാര്യമായിക്കോട്ടെ, ഞാൻ വേറൊരാൾക്ക് വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, നമ്മളെ ഇപ്പം എൻ്റെ പ്രായമൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ പേരൻസില്ല നമ്മുടെ അടുത്ത്, നമ്മൾ കൂടുതലും ലൗകികമായ ചിന്തകൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ ഫോണിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യത്തിലേക്ക് കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മൾ കംപ്ലീറ്റ്ലി ദൈവത്തെ വെറുക്കും. പക്ഷേ നമ്മളെപ്പോഴും ആത്മീയമായി അമ്മ മാതാവിനോടും ഈശോയോടും കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാലും ഉറപ്പായിട്ടും നമുക്ക് വലിയ കാര്യങ്ങൾ, വലിയൊരു ഗിഫ്റ്റ് അവിടെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ജപമാല ചൊല്ലും. ജപമാല പണ്ട് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ഇപ്പോൾ ഓരോ രഹസ്യം ചെല്ലുമ്പോഴും ഞാൻ ഓരോ നിയോഗം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പുറത്താവുമ്പം എനിക്ക് 2 ആഴ്ചയിലും എനിക്ക് പറ്റുന്ന മാസത്തിലൊരിക്കൽ ഞാൻ എങ്ങനെയെങ്കിലും പോയി കുമ്പസാരിക്കാറുണ്ട്. ഡ്യൂട്ടി ഇല്ലാത്തപ്പോൾ ഓൺലൈൻ കുർബാന കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരുണക്കൊന്ത. പിന്നെ ഏതൊരു വിഷമം വന്നു കഴിഞ്ഞാലും ആത്മവിശ്വാസ പ്രമാണം ചെല്ലും. അത് കഴിഞ്ഞു പിന്നെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന. ഇപ്പം എനിക്ക് പെട്ടെന്നൊരു കാര്യം കിട്ടിയില്ല, അപ്പം എനിക്കതെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റിലീഫാണ്. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം വചനമാണ്. ദൈവത്തിൽ നിന്ന് അകന്ന് എത്ര ദൂരം നമ്മൾ പോയാലും അതിലും കൂടുതൽ ഉത്സാഹത്തോടും സ്നേഹത്തോടും കൂടി ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നതാണ്. പരിശുദ്ധ അമ്മ ഈശോയെ വിട്ടുമാറാതെ നിന്ന അമ്മയാണ്. വേദനയിലും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഉടമ്പടിയിലൂടെ അമ്മ നമ്മെ തിരിച്ചു വിളിക്കുകയാണ് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനായി. അകന്നുപോയ മക്കളെ തിരികെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നയിക്കുന്ന ആത്മീയ അമ്മയാണ് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ. ആത്മീയ വഴിതെറ്റലിൽ നിന്ന് നേരായ വഴിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന അമ്മയാണ്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് എലിസബത്ത് ബെൻസൺ എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. UK ഒരു നല്ല ജോലി കിട്ടി, എല്ലാ സൗകര്യങ്ങളോടും
കൂടി ഉള്ള ഒരു ജീവിതമായിരുന്നു. ലൗകികമായ ഒരു ജീവിതം, ആത്മീയമായ ഒരു ചിന്തയുമില്ലാതെ സന്തോഷത്തോടെ ഉള്ള കാലമായിരുന്നു. അതധിക നാൾ നീണ്ടില്ല. പിന്നീട് വീഴ്ചകൾ കൂടി, സമാധാനമില്ല, ഒന്നിലും സന്തോഷമില്ല. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഒരിക്കലും മറക്കാത്ത ആ ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ ആ മകളുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ മകൾ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഈശോയുടെ അമ്മയിൽ കൂടെ ലഭിച്ച പ്രാർത്ഥനയുടെ ആസ്ഥയിലാവാം ഈ മകളെ വീണ്ടും തിരികെ വിളിക്കുന്ന ഒരു രീതിയാണ് പരിശുദ്ധ അമ്മ അവിടെ സ്വീകരിച്ചത്. പെട്ടെന്ന് യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ സാക്ഷ്യം വരികയും പിന്നെ ആ മകൾ പെട്ടെന്ന് സാക്ഷ്യങ്ങൾ പലതും വീണ്ടും വീണ്ടും കേൾക്കുവാൻ തുടങ്ങുകയും ആ സാക്ഷ്യത്തിൽ കൂടെ തന്നെയാണ് ഈശോ ഈ മകളെ തിരികെ വിളിച്ചത്. ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകലാൻ കാണിച്ചോ അതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെയാണ് ഈ മകൾ തിരിച്ചു വന്നത്. പിന്നീട് പെട്ടെന്ന് തന്നെ അന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കാരണം UK-യിലാണ്. പിന്നീടുള്ള ദിവസങ്ങളിലാണ് വലിയൊരു സംഭവം അവിടെ നടന്നത്. അടുത്തുള്ള സിനഗോഗിൽ അറ്റാക്ക് വരികയും വീണ്ടും ഇവരുടെ ഹൗസിൽ വെരിഫിക്കേഷന് വരികയും ഈ മകളെ 3 ദിവസം ഹൗസിൽ നിന്ന് പുറത്തു വിടുകയും ആ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് ഈ മകൾക്ക് ഹോൾഡ് ചെയ്യാനുണ്ടായിരുന്ന ഈശോയുടെയും അമ്മയുടെയും ഒരു സംരക്ഷണവും കരുതലുമാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ കരുതലോടെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നുള്ള ഒരു ബോധ്യമാണ് ഈ മകൾക്ക് പിന്നീട് വന്നത്. കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ഉടമ്പടി പ്രാർത്ഥനകൾ, പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ആത്മീയ ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിച്ചപ്പോൾ വീണ്ടും ആ മകൾക്ക് ഓരോ വഴികൾ തുറന്നു കൊടുക്കുകയായിരുന്നു. പിന്നീട് ജോലി സ്ഥലത്തുണ്ടായിരുന്ന പ്രതിസന്ധികൾ, പിന്നീട് അപ്ലൈഡ് ഫോർ പുതിയ ജോബിൽ അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂവിലും ഒരു നല്ലൊരു മാതാവിൻ്റെ പ്രസൻസാണ് ഈ മകൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. പിന്നീടായിരുന്നു നല്ലൊരു ജോലി നൽകി ഡെപ്യൂട്ടി വാർഡ് മാനേജറായിട്ട് ഈ മകൾക്ക് ഒരു നല്ലൊരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. കുറേ നാളുകളായി ഈ മകളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു നല്ല ഭവനത്തിനായിട്ട്. വർഷങ്ങളായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഒരു നല്ലൊരു ഭവനം വെറും ഒന്നും അസാധ്യമായിട്ട് തോന്നി. അർഹിക്കാത്ത ഒരനുഗ്രഹമായിട്ടാണ് ഉടമ്പടി എടുത്തതിൽ പിന്നെ ഈ മകൾക്ക് ഒരു നല്ലൊരു ഭവനം ലഭിക്കുകയും അതും 9 മാസം കൊണ്ട് തീർത്ത ഒരു ഭവനം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വചനം പറയുന്നത് പോലെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ഈ മകൾ പൂർണ്ണമായി വിശ്വസിച്ചു. മാതാവും ഈശോയും കനിഞ്ഞൽകിയ ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ് ഇന്ന് ഈ മകൾ ഇവിടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. പിന്നീട് പറഞ്ഞത്, ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ഓരോ ദിവസവും ഓരോ മെസ്സേജും വരുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജായിട്ടാണ് ഈ മകൾ കണക്കാക്കിയത്. ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലെ ബ്ലെസ്സിങ്സും അന്നത്തെ ദിവസത്തെ ഓരോ സെഷനിലുള്ള ഓരോ കാര്യങ്ങളും പറയുമ്പോഴും സ്വന്തം ജീവിതത്തിലേക്ക് എനിക്കായി നൽകുന്ന ഒരു മെസ്സേജായിട്ടാണ് ഈ മകൾ കണക്കാക്കിയത്. പിന്നീട് ഒരു വലിയൊരു ആത്മീയ വളർച്ചയിലേക്കാണ് ഈ മകൾ വന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. പിന്നീട് ഉടമ്പടി വന്നതിൽ പിന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. അതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ മകൾ കണക്കാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവത്തിലേക്ക് തിരികെ പോകാം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തേടാം. ഈശോയിൽ നിന്ന് എത്ര ദൂരം മാറിപ്പോയാലും അവിടുത്തെ കരുണയിലേക്ക് മടങ്ങി വരുന്ന വഴിയാണ് ഉടമ്പടി ജീവിതം. നമുക്കും കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ഭക്തിയോടെ, കൂടുതൽ വിശ്വസ്തയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. എലിസബത്ത് ബെൻസനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. എന്നെ ഈ അൾത്താരയിൽ ഒരു നിമിഷം നിൽക്കാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായ പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിനു. ഞാൻ തോട്ടക്കര ഇടവകയിൽ നിന്നും വരുന്നു, മൂവാറ്റുപുഴ. ഞാൻ 2024 മാർച്ചിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച്
തിരിച്ചു പോകാൻ വേണ്ടി വന്ന ആളാണ് ഞാൻ. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അവർ ഉടമ്പടി എടുക്കാനായിട്ട് മേഖലയിലേക്ക് പോയി. ഞാൻ താഴെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ ആ സൈഡിലൊരു ലൈൻ കണ്ടു. ഞാനും ആ ലൈനിൽ കയറി നിന്നു. അപ്പോൾ അച്ഛൻ അവിടെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പം എന്നോട് ഒരു കപ്പൂജി അച്ഛനാണ്. അച്ഛൻ എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് എന്താണ് പറയാനുള്ളത്, നിനക്ക് എന്താ ആഗ്രഹമാണെന്ന്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഒരു കൂട്ടുകാരി UK യിലുണ്ട്, അപ്പം അവളുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തോ? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ ഉടമ്പടി എടുത്തില്ല എന്ന് പറഞ്ഞു. നീ ഉടമ്പടി എടുത്തില്ല എങ്കിൽ ഇതിലെ കറങ്ങി നടക്കത്തേ ഉള്ളൂ, നിനക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ ബ്ലെസ് ചെയ്ത് കൂടെ മാറി നിന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പേടിയാണ്. ശരിക്കും അത് തുടർന്നുകൊണ്ട് പോകാൻ സാധിക്കുമോ, ഇനി വരാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അവസ്ഥകളെല്ലാം അറിയാമല്ലോ, അവിടുന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പുസ്തകവും മേടിച്ചു, തിരിയും മേടിച്ചു, വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. മെയ് മാസമായപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം, നീ ഉടമ്പടി എടുക്കുന്നു, നീ ഒന്നും കൂടി വാന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ വേറൊരു കൂട്ടുകാരിയോട് അവിടെ വെച്ച് പറഞ്ഞു, എടി എനിക്ക് ഇങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, വീട്ടിൽ പറഞ്ഞെന്നാൽ ഹസ്ബൻഡ് സമ്മതിക്കുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ ഞാനും പോരാം, നമുക്ക് 2 പേർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരിയും പോരുന്നുണ്ട്, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പ്രത്യേകിച്ച് എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 2024 മെയ് മാസം 24-ാം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഒരു ഓഗസ്റ്റ് ജൂലൈ ഒക്കെ ആയപ്പോൾ എന്നോടൊരു ഏജൻറ്റ് പറഞ്ഞു, സിനു ഇറ്റലിക്ക് പോകാനായിട്ട് ഒരു വേക്കൻസി ഉണ്ട്, സിനു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വെച്ച് നോക്ക്, കിട്ടുവാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വെച്ചു പ്രാർത്ഥിച്ച് ഞാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കി ഈശോയോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മാർച്ചിൽ ആണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോൾ എന്നെ ചേച്ചി വിളിച്ചു. എൻ്റെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, സിനു ഇസ്രായേലിന് പോകാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്, നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇസ്രായേലിന് പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, കാരണം അത്രയും എമൗണ്ട് എന്നെക്കൊണ്ട് എന്താണെങ്കിലും സാധിക്കില്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, ആ ചേച്ചി ലീവിൽ വന്നിട്ടുണ്ട്, നീ ഒന്ന് വീട്ടിൽ പോയി കണ്ടു നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ചേച്ചീനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി, രാത്രിയല്ലേ, ഒറ്റയടിക്ക് അങ്ങനെ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, ഓക്കെ ചേച്ചി, രാവിലെ അൻഷിയേട്ടനോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ അൻഷിയേട്ടനോട് ഹസ്ബൻഡിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം പുള്ളി എന്നാൽ പോയി കണ്ടു നോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി ചേച്ചീനെ കണ്ടു. ചേച്ചി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് എന്നാലേ സെലക്ഷൻ ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞു. ജൂണിൽ അവർ എന്നെ വിളിച്ചു, ഏജൻസിയിൽ നിന്ന് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ തോറ്റുപോയി. ഞാൻ മുറി അടച്ചിരുന്ന് കരഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ എന്തിനാ വിഷമിച്ചേരും, നമ്മൾ പൈസയൊന്നും കൊടുത്തില്ലല്ലോ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തല്ലുള്ളൂ, അത് ഫെയിലായിപ്പോയാൽ അമ്മ ഇത്രമാത്രം കരയാൻ എന്നാ ഇരിക്കുന്നത്, അമ്മ പ്രാർത്ഥിക്കുന്നത് ഈശോയോടല്ലേ, ഈശോ അമ്മയ്ക്ക് തരാനുള്ളതാണെങ്കിൽ തരും, അമ്മ കരയുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്ന് മുട്ടേ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ചേച്ചി വിളിച്ചു, എടി നിനക്ക് ആ ഏജൻസിയിൽ കിട്ടത്തില്ല, ഇല്ല, അതുകൊണ്ട് ഞാൻ വേറൊരു ചേച്ചിയുടെ നമ്പർ തരാം, അപ്പോൾ നീ ആ ചേച്ചീനെ ഒന്ന് വിളിച്ച് നോക്ക്, വേറെ ഏജൻസിക്ക് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് ധൈര്യമുണ്ടെന്ന് പറഞ്ഞു. നീ കരച്ചിൽ നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വേറെ ഒരു ചേച്ചി വിളിച്ചു.
സിന്ധു എന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചു. ചേച്ചി എന്നോട് പറഞ്ഞു അരമണിക്കൂർ കഴിയുമ്പം ഏജൻസിയിൽ നിന്ന് വിളിക്കും, അപ്പോൾ നീ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. ഓഗസ്റ്റിൽ 1 മാസത്തെ ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞു. ക്ലാസ്സിന് പോകണമെങ്കിൽ പൈസ ഇല്ല. അപ്പം ഞാൻ എൻ്റെ പിള്ളേരുടെ സ്വർണ്ണം ഗോൾഡ് പണയം വെച്ചിട്ട് ഞാൻ ക്ലാസ് കൂടാൻ വേണ്ടി പോയി. ക്ലാസ് കഴിഞ്ഞ് വന്ന് പേപ്പർ വയ്ക്കണമെങ്കിൽ ബാക്കി പൈസയില്ല, 18 ലക്ഷം രൂപയാവും. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാക്കി കൂട്ടുകാരൊക്കെ പേപ്പറുകളൊക്കെ വെച്ചു. എന്നോട് അവർ ചോദിക്കുന്നുണ്ട്, നീ വെക്കാത്ത എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പൈസ റെഡി ആയില്ല, വെറുതെ കൊണ്ടേ വെച്ചിട്ട് ഈ പൈസയും കൂടി കളയണ്ടാണല്ലോ, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ടൈം കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഓഫീസിൽ കയറി ചോദിക്കാം, കുറച്ച് ദിവസം എനിക്ക് പ്രേക്ഷിത വേല ചെയ്യണം, താല്പര്യമുണ്ട് എന്ന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് അവിടെ മാനേജറെ കണ്ട് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, വന്നു പോകുന്നവർക്ക് അതിനുള്ള സൗകര്യമുള്ളവർക്ക് ഇവിടെ ഉള്ളൂ, അല്ലാതെ ഇവിടെ നിൽക്കാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചേച്ചി അവിടെ ചോദിക്കുന്നു കേട്ടു അഖണ്ഡ ജപമാല റാലിയുടെ കാര്യം. അപ്പോൾ ഞാനും ചോദിച്ചു, ചേട്ടാ എനിക്കും ഇങ്ങനെ താല്പര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു 19-ാം തീയതി ഉണ്ട്, ട്രയലുണ്ട്, എന്നാൽ അതിൽ മോള് പോരുന്നുണ്ടെങ്കിൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. അപ്പോൾ ഒരാളെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ അച്ഛനെ കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പറഞ്ഞു, അതിന് നല്ല രേഖകളുണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പറുകളും ഇതെല്ലാമായിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു, അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്ക് ഇസ്രായേലിന് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ എനിക്ക് പുതുക്കേണ്ട സമയമായി. ഞാൻ ഫെബ്രുവരി 11-ാം തീയതി ഇവിടെ വന്ന് അത് പുതുക്കി. 11-ാം തീയതി പുതുക്കി ഞാനവിടെ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്നെ ഒരു ആൻറ്റി വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാനിങ്ങനെ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി എന്നോട് ചോദിച്ചു, നിനക്ക് ഇതുവരെ പോകാറായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി അത് സാരമില്ല, ഞാൻ ആ കാര്യം വിട്ടു, എനിക്ക് അത് കിട്ടിയില്ലെങ്കിലും വിഷമമില്ല, കാരണം എൻ്റെ ദൈവം എനിക്ക് അതിൽ നല്ലത് തരും, ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് പോയി ആൻറ്റി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്ന് കിടക്കുന്നു, ജോബ് ഓർഡർ വന്ന് കിടക്കുന്നു, മത്താശയും വന്ന് കിടക്കുന്നു. അപ്പോൾ തന്നെ ചേച്ചി എന്നോട് പറഞ്ഞു, സീനു 2 ദിവസത്തിനുള്ളിൽ വിസ വരും, അപ്പോൾ പോകാൻ റെഡി ആകണം കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ പൈസയൊന്നും ആയിട്ടില്ല, ഞാൻ ആകെ ടെൻഷനിലാണ്. ഞാൻ എന്ത് ചെയ്യും, 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ ആകെ വിഷമിച്ച്, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, വിഷമമാണ്. അപ്പോൾ എന്നോട് മോള് പറയുന്നുണ്ട്, അമ്മ വിഷമിച്ച് കസേരയിൽ ഇങ്ങനെ ഇരിക്കില്ലേ, അമ്മ എണീറ്റിട്ട് എന്താണെങ്കിൽ പൈസയുടെ കാര്യങ്ങൾ എന്താണ് ചെയ്യാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞു. 13 വയസ്സേയുള്ളൂ എൻ്റെ മോക്ക്. അവളെന്നോട് പറഞ്ഞു, അമ്മ വിഷമിക്കാതെ, കാര്യങ്ങളൊക്കെ അമ്മ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അമ്മ നടത്തിത്തരും, അമ്മ വിഷമിക്കേണ്ട, അതിനുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോരുത്തരോട് വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ എമൗണ്ടൊക്കെ ഏകദേശം ആയി റെഡിയായിരിക്കുമ്പോഴാണ് ഞാനെന്ന് ഓർത്ത്, എന്നാൽ ഉടമ്പടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈശോയെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യുമെന്ന് കരുതി, എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ തിങ്കളാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാനായിട്ട് എഴുതി കൊടുത്തപ്പം എന്നോട് സിസ്റ്റർ പറഞ്ഞു, ഇവിടെ വിസ ഉണ്ടെങ്കിലേ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് ഒരിത്തിരി സമയം കിടന്നിട്ട് എണീക്കാം എന്താണെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ കിടന്നിട്ട് എണീറ്റ് കഴിഞ്ഞ് വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പം വിസ വന്ന് കിടക്കുന്നു. ഞാൻ വിഷമിച്ചു, ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വര, പോകാൻ പൈസ കയ്യിലേക്ക് എത്തിയിട്ടില്ല, എന്ത് ചെയ്യും, 2 ദിവസത്തിനുള്ളിൽ പോകണം. അപ്പോൾ തന്നെ എന്നെ ഏജൻറ്റ് ചേച്ചി വിളിച്ചു പറഞ്ഞു, സീനു 2 ദിവസമേ ഉള്ളൂ, നീ നാളെ പോകൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി നാളെ പോകാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, എൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല ചേച്ചി, എനിക്ക് 2 ദിവസം കൂടി സമയം തരണമെന്ന് പറഞ്ഞു. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ 2 ദിവസം പൈസ എനിക്ക് എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും എൻ്റെ ദൈവം തരും. പക്ഷേ എനിക്ക് ഇവിടെ
സാക്ഷ്യം പറയാൻ വരണമെന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹം. അത് നടക്കാതെ പോകരുതെന്ന് മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി 2 ദിവസത്തെ സമയം എനിക്ക് എങ്ങനെയെങ്കിലും തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഓക്കെ 2 ദിവസത്തെ സമയം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മിനിങ്ങാന്നാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി. ആദ്യത്തെ പ്രാവശ്യത്തെ ഞാൻ ആ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പ് ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പിട്ടിരുന്നു. കിണറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റി പോവായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കേറ്ററിങ്ങിൻ്റെ വർക്കാണ്. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഉപ്പിട്ടതിൻ്റെ ഇതായിട്ട് ഇപ്പോൾ കിണറ്റിലെ വെള്ളം അങ്ങനെ വറ്റണില്ല. ഞങ്ങൾക്ക് എപ്പോഴും വെള്ളമുണ്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ബോംബെക്ക് ക്ലാസ്സിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര കാലിന് വേദന, മസിൽ കയറുന്നു. മരുന്നുകളൊന്നുമില്ല, കൂട്ടത്തിലുള്ള ആരുടെയും കൈമരുന്നില്ല. അവരെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമം. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ട്രെയിനിൽ തന്നെ ആകെ വിഷമിച്ച് രാത്രിയിൽ ഇത്തിരി പോലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, നിൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമില്ലേ, നീ അതെടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അത് ഉപയോഗിച്ചു. ഒരു അരമണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ട് എണീറ്റപ്പോൾ എൻ്റെ കാലിന് ഒരു വേദനയുമില്ല, ഒരു വിഷമവുമില്ല. എനിക്ക് യാതൊരു പ്രശ്നവും എൻ്റെ കാലിനില്ല. പഴയതുപോലെ ഞാൻ ഓക്കെ ആയി. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത്, ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി പത്രം കൊടുക്കും. പത്രം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ മോളും എൻ്റെ കൂടെ വരും. എല്ലാ സ്ഥലങ്ങളിലും, പള്ളികളിലും, ബസ് സ്റ്റാൻഡുകളിലും, ഹോസ്പിറ്റലുകളിലും ഒക്കെ ഞാൻ പോകും, പത്രം കൊടുക്കും. അങ്ങനെ പിന്നെ അനാഥാലയങ്ങളിൽ പോവും ഞാൻ. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. അവരുടെ കൂടെ മുറി ക്ലീൻ ചെയ്യാൻ കൂടും, അവരെ കുളിപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. അതുപോലെ വീടിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും, വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും, വീട്ടിൽ വരുന്നവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയും, ഹോസ്പിറ്റലുകളിൽ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആത്മീയ ജീവിതം, ഞാൻ എല്ലാ ദിവസവും ജപമാല ചെല്ലുകയും ബൈബിൾ വായിക്കുകയും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് വിശ്വാസത്തെ കഴിഞ്ഞും കൂടുതൽ ഇപ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് എനിക്ക് കൂടുതലായിട്ട്. കാരണം യൂട്യൂബിൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ കൂടുന്നതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ നല്ല അനുഭവങ്ങളാണ് എനിക്ക് അതിനകത്ത് കിട്ടിയ. ബൈബിൾ വായിക്കുന്നത് പോലെ തന്നെ അത്ര ക്ലിയറായിട്ട് അച്ഛൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എനിക്കത് കൂടുതൽ ബോധ്യമായി. എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി 1000 നന്ദി. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, മീൻ പിടിക്കാൻ വലയിറക്കുക. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വചനമാണ്. ഈശോ ശിമയോൻ പത്രോസിനോട് വിശ്വാസത്തോടെ ഉള്ള ഒരു അനുസരണമാണ് ആവശ്യപ്പെടുന്നത്. പത്രോസും കൂട്ടരും രാത്രി മുഴുവൻ പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടിയില്ലായിരുന്നു. വളരെ വിഷമത്തിലായിരുന്നു. പരാജയത്തിന് ശേഷം വീണ്ടും ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഫലം നൽകുന്നത് എന്നാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആഴത്തിലേക്ക് പോവുക എന്നത് വിശ്വാസത്തിൽ കൂടുതൽ ആഴത്തിൽ കടക്കുക എന്നതാണ്. അതാണ് ആത്മീയമായ ഉള്ളൊരു വിളി. അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നതും. നമുക്ക് ഒന്നും നടക്കില്ല എന്ന് തോന്നുമ്പോഴും ഈശോയുടെ വാക്കിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം അപ്രത്യക്ഷമായ അനുഗ്രഹമാണ് നമുക്ക് തരുന്നത്. ഇന്ന് നമ്മൾ പലരും ഇങ്ങനെയുള്ളൊരു സിമിലർ സിറ്റുവേഷനിലാവാം ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരു പക്ഷേ പരീക്ഷയിലുള്ള പരാജയം, രോഗം, കടബാധ്യതകൾ, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ബിസിനസ്സിലുള്ള നഷ്ടങ്ങൾ, ബന്ധങ്ങളിൽ നിരാശ, ബന്ധങ്ങളിലുള്ള തകർച്ചകൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ വന്നിരിക്കുന്നവരായിരിക്കാം നമ്മളിൽ പലരും. എല്ലാം ശ്രമിച്ചു, ഒന്നും നടന്നില്ല എന്ന് തോന്നുമ്പോഴും അവിടെയാണ് ഈശോ പറയുന്നത്, വിട്ടുപോകരുത്, വീണ്ടും ശ്രമിക്കുക എന്ന്. പത്രോസിൻ്റെ ഈ ചെറിയൊരു അനുസരണമാണ് വലിയൊരു വിശ്വാസ ചുവട്, വലിയൊരു മാറ്റങ്ങൾ വരുത്തിയത്. നമ്മളും ഒരുപക്ഷെ ക്ഷീണിച്ചിരിക്കാം, വീണ്ടും ശ്രമിക്കാനായിട്ടൊരു ഭയമാകാം, എല്ലാം അവസാനിച്ചതായി തോന്നാം. എങ്കിലും ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് വീണ്ടും നമുക്ക് ആഴത്തിലേക്ക് പോകാം. ഈശോയുടെ വാക്കിൽ വിശ്വസിച്ച് ആഴത്തിൽ പോയ ഒരു ദൈവാനുഭവ എക്സ്പീരിയൻസ് ആണ്
ഇവിടെ നമ്മൾ സിനു കുര്യാക്കോസ് ഷെയർ ചെയ്തത്. ഈ മകൾ പറഞ്ഞത് ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പേടിയായിരുന്നു, ഉടമ്പടി എടുക്കാതെ പോയി. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഉൾപ്രേരണ കാരണം വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. ഇറ്റലിക്ക് പോകാനായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ പ്രയോജനമൊന്നുമായില്ല, ഫെയിലിയർ ആയിരുന്നു. മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും പുതുക്കി ഇസ്രായേലിന് പോകാനായിട്ട് ശ്രമിച്ചു. വീണ്ടും വീണ്ടും ആ കൊച്ചു മകളിലൂടെ ഈ മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈശോയും അമ്മയും. പിന്നെ ചേച്ചിമാരോട് വന്ന് പറഞ്ഞു, ശ്രമിച്ചു നോക്ക്. വീണ്ടും ശ്രമിക്കാനാണ് ഓരോരുത്തർ പറയുന്നത്. വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടേയിരുന്നു, വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പരാജയമാണെങ്കിലും വീണ്ടും ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ടു. പക്ഷെങ്കിൽ കരച്ചിൽ നിർത്താൻ ബുദ്ധിമുട്ടിയ ആ സമയത്തും കൊച്ചു മോളാണ് പറഞ്ഞത്, അമ്മ പ്രാർത്ഥിക്കുന്നതല്ലേ, പ്രാർത്ഥിക്ക്, ശ്രമിക്കുക. ഇങ്ങനെ ഓരോ വാക്കുകൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ഈ മകളെ ഈശോയുടെ അമ്മയുടെ ഇടപെടൽ മനസ്സിലാക്കാൻ സാധിക്കുകയായിരുന്നു ഈ മകൾക്ക്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നപ്പോഴും പല രീതികളിൽ പല പ്രാവശ്യവും പല വ്യക്തികളിൽ കൂടിയാണ് ഈശോയും അമ്മയും ഇവിടെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടതായിട്ടാണ് ഇവർ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് അവക്കണ്ട ജമാല റാലിക്ക് പോയപ്പോഴും പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് അച്ഛൻ ഈശോയുടെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകളോട് പറഞ്ഞത് ഇസ്രായേലിന് പോകാൻ പറ്റുമെന്നാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് വേണ്ടി ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം അച്ഛൻ്റെ ആഴപ്പെട്ട വിശ്വാസ ജീവിതത്തിലുള്ള അനുഭവത്തിൽ നിന്നും ഈശോയും അമ്മയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശോയും അമ്മയും അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ മകളോട് പറയുന്നത് ഇസ്രായേലിലേക്ക് പോകാൻ പറ്റുമെന്ന്. വീണ്ടും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഈ മകൾ വീണ്ടും ഉടമ്പടിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് വീണ്ടും ഈശോയും അമ്മയും ഈ മകളുടെ കാര്യത്തിൽ ഇടപെടുകയും ഇസ്രായേലിലേക്ക് പോകാനുള്ള വിസ റെഡിയാവുകയും ഈ മകൾ എത്രയും പെട്ടെന്ന് ഇസ്രായേലിലേക്ക് ജോലിക്ക് പോകാനുള്ള അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയാണ് നമ്മെ ആഴത്തിലേക്ക് നയിക്കുന്ന അമ്മ. പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകാനല്ല, യേശുവിലേക്ക് കൂടുതൽ അടുക്കുവാനും, കുറയുമ്പോൾ തകർന്നിരിക്കുമ്പോൾ ഈശോയുടെ അടുക്കിലേക്ക് അമ്മ നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്നു. കാനായിൽ പറഞ്ഞതുപോലെ അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുക എന്നതുപോലെയാണ് അമ്മയുടെ കൈപിടിച്ച് ഈശോയുടെ വാക്കിൽ വിശ്വസിച്ച് നമുക്കും നമ്മുടെ വലയിടാം. വിശ്വാസത്തോടെ, പ്രത്യാശയോടെ. ഈ മകൾ പറഞ്ഞു നിർത്തിയതാണ്, വിശ്വാസത്തെക്കാൾ കൂടുതൽ എനിക്ക് വിശ്വസ്തതയാണെന്ന്. കാരണം രോഗാവസ്ഥയിലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് രോഗസൗഖ്യം ലഭിച്ചത്. ഈ എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ മകൾ വിശ്വാസത്തെക്കാൾ കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നയിച്ചപ്പോഴാണ് ഈ മകളുടെ വലയെറിഞ്ഞപ്പോൾ ഫലം ലഭിച്ചത്. ഈശോയിൽ നമുക്ക് ശരണപ്പെടാം. നമുക്കുമെല്ലാം അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സിനു കുര്യാക്കോസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. ആദ്യമേ തന്നെ ഈ അൾത്താരയുടെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മുൻപിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും വലിയ നന്ദി പറയുകയാണ്. എൻ്റെ പേര് അനില മരിയ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് തെക്കൻ താണിശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് ഉടമ്പടിയെ പറ്റി എന്നോട് പറഞ്ഞത്. ഞാൻ 2021-23 അധ്യയന വർഷത്തിൽ TTC DLED കോഴ്സ് ചെയ്തിരുന്നു. സെക്കൻഡ് സെമ്മ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ 4 വട്ടം എക്സാം എഴുതി. 4ാം വട്ടം എക്സാം എഴുതിയപ്പോൾ അമ്മയുടെ ഉടമ്പടിയിൽ എൻ്റെ കാര്യം അമ്മ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയുടെ കാശുരൂപം എനിക്ക് തന്ന് അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. എനിക്ക് 89 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ജനറൽ കാറ്റഗറിക്ക് 90 മാർക്ക് വേണം കേട്ടിട്ട് പാസ്സാവാനായിട്ട്. അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ് എല്ലാ പ്രാവശ്യം എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അന്ന് തന്നെ യൂട്യൂബിൽ ആൻസർ കീ വരുമോ ആൻസർ കീ നോക്കും. അന്ന് തന്നെ എനിക്ക് എൻ്റെ മാർക്ക് അറിയാൻ പറ്റും ഏകദേശം.
അങ്ങനെ ഞാൻ മാർക്ക് നോക്കിയപ്പോൾ 89 മാർക്ക്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, 89 മാർക്ക് ഉണ്ടല്ലോ, ഒരു മാർക്ക് അത് മാതാവ് തരും, പേടിക്കണ്ട, അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നോക്കിയപ്പോഴും എനിക്ക് കറക്റ്റ് 89 മാർക്കുള്ളൂ. ഞാൻ കേട്ടിട്ട് പാസ്സായിട്ടില്ല. അത് കഴിഞ്ഞ് അപ്പോൾ 89 മാർക്കുണ്ടല്ലോ, ഒരു പ്രാവശ്യം കൂടി എഴുതി കഴിഞ്ഞാൽ മാതാവ് പാസ്സാക്കി തരും, നീ പഠിച്ചാൽ മതി. അങ്ങനെ ഇത് ഞാൻ വീണ്ടും എക്സാം എഴുതി. അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ 5-ാം വട്ടം എഴുതി. 5-ാം വട്ടം എഴുതിയപ്പോൾ എനിക്ക് 78 മാർക്കുള്ളൂ. അപ്പം പിന്നെ ഞാൻ ഉറപ്പിച്ചു, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ എന്തായാലും കേട്ടിട്ട് പാസ്സാവില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരണതും ഉടമ്പടി എടുക്കണതും. ഞാൻ 2025 ഏപ്രിൽ 4-ാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ നിയോഗമായിട്ട് വെച്ചായിരുന്നു ഈ കേട്ടറ്റിൻ്റെ കാര്യം. അങ്ങനെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതാനുണ്ടായിരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് ഈ കേട്ടറ്റ് എക്സാം നടന്നത്. ആ എക്സാമിന് പോയപ്പോൾ എക്സാമിൻ്റെ തൊട്ട് മുന്നത്താഴ്ച ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കാശുരൂപം തന്ന് പ്രാർത്ഥിച്ച് വിട്ടു. അങ്ങനെ ഞാൻ എക്സാമിന് തൈലം വെച്ച് കുരിശ് വരച്ചിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ, വിശ്വാസപ്രമാണം ചൊല്ലി. എൻ്റെ പോക്കറ്റിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ എക്സാം ഹോളിൽ ഞാൻ ആ ഉപ്പ് എൻ്റെ അടുത്ത് തന്നെ വിതറിയിട്ടുണ്ടായിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് എൻ്റെ അരയിൽ ഈ കൃപാസനത്തിലെ ഉടമ്പടി കാശുരൂപം ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ ഞാൻ കേട്ടിട്ട് എക്സാം എഴുതാൻ പോകുമ്പോൾ ടീച്ചർമാർ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിൽ തന്നെ നമുക്ക് പേടിയായിരുന്നു. അങ്ങനെ പക്ഷേ ഈ പ്രാവശ്യം ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോയ ആ എക്സാം ഹോളിൽ എനിക്ക് പിന്നെ ഞാൻ ഈ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും കേട്ടിട്ടുണ്ട്, ഓരോരുത്തർക്കും അവരുടെ എക്സാം ഹോളിൽ ഇൻവിജിലേറ്ററായിട്ട് മാതാവിൻ്റെ കളർ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഇൻവിജിലേറ്റേഴ്സ് വന്നു എന്നും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സാമിന് പോണതിന് മുന്നും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവ് വന്നതായിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരണമെന്ന്. അങ്ങനെ എൻ്റെ എക്സാം ഹോളിൽ ഇൻവിജിലേറ്ററായിട്ട് വന്ന ടീച്ചർ ആഷ് കളറും നീലയുള്ള ചുരിദാറിട്ടിട്ടാണ് വന്നായിരുന്നത്. പിന്നെ സാധാരണ വരുന്ന ടീച്ചേഴ്സിനെ പോലത്തെ ചൂടത്തൊന്നും അല്ലായിരുന്നു. ഭയങ്കര സ്നേഹത്തോടുകൂടി വളരെ ചിരിച്ച് ഏറ്റവും കാര്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരുകയും ആ എക്സാമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടത്തി തരുകയും ചെയ്തിരുന്നു ആ ടീച്ചർ. അപ്പം എനിക്ക് അവിടെ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് വന്നു, എൻ്റെ കൂടെ ആ റൂമിലുള്ളത് മാതാവാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ എക്സാം എഴുതുമ്പോൾ ഓരോന്നും ഇപ്പം ചില ക്വസ്റ്റ്യനൊക്കെ ഏതാ കറപ്പിക്കേണ്ടതെന്ന് അറിയാണ്ട് സംശയം വരുമ്പോഴും വിശ്വാസപ്രമാണം ചൊല്ലി അങ്ങനെയാണ് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ പ്രാവശ്യത്തെ പോലെയും യൂട്യൂബിൽ വന്ന് ആൻസർ കീ നോക്കിയിട്ടും ഞങ്ങൾക്ക് 5 വിഷയമാണ് എക്സാം ഉള്ളത്. അപ്പോൾ 4 വിഷയത്തിൻ്റെ മാർക്ക് ഞാൻ കൂട്ടി നോക്കിയിട്ടും എനിക്ക് ജനറൽ കാറ്റഗറിക്ക് 90 വേണം. എനിക്ക് 90 കിട്ടില്ല, എനിക്ക് 66 മാർക്കേ ആകെയുള്ളൂ. 120-ൽ 66 മാർക്ക് കിട്ടിയ ഞാൻ ഒരു കാരണവശാലും പാസ്സാവില്ല. എൻ്റെ കഴിവുകൊണ്ട് അത് നടക്കില്ല. ആ നേരത്തെ അവിടെ ഒന്നും സംഭവിക്കാനില്ല. മാതാവ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ലാസ്റ്റ് അപ്പം ഞാൻ എന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ പൊട്ടും, ഈ പ്രാവശ്യവും പൊട്ടും, എനിക്ക് കിട്ടില്ല അങ്ങനെ പറഞ്ഞ് ഞാൻ വിഷമിച്ചു. അപ്പോഴും ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവ് എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്ന് അറിയാം. അങ്ങനെ ലാസ്റ്റത്തെ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീയും കൂടി ഞാൻ ആൻസർ കീ നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് 90 മാർക്കായിരുന്നു. എൻ്റെ ആ മൊത്തം 5 വിഷയത്തിൻ്റെയും കൂടി ടോട്ടൽ എനിക്ക് കറക്റ്റ് 90 മാർക്ക് മാതാവ് കാണിച്ചു തന്നു. അപ്പം തന്നെ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ പാസ്സായി, മാതാവ് ദേ കറക്റ്റ് 90 മാർക്ക് എനിക്ക് ഇട്ട് തന്നേക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആശ്വസിച്ചു. പക്ഷേ യൂട്യൂബിൽ കാണുന്ന ആൻസർ കീ നോക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ കീ വരുമ്പം ഓരോ തിരുത്തലും വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ മാർക്ക് കുറഞ്ഞു പോവും, കുറേ അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കൂടിപ്പോവും, അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ കറക്റ്റ് 90 മാർക്ക് മാതാവ് എന്നെ പാസ്സാക്കി തന്നു. എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ ആ എക്സാം പാസ്സായത്, മാതാവ് മാത്രം ഇടപെട്ടുകൊണ്ട്, മാതാവ് ഈശോയും കൂടി ഇടപെട്ടുകൊണ്ട് മാത്രം ഞാൻ ആ എക്സാം പാസ്സായത്. പിന്നെ ഞാൻ
ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ജപമാല റാലിക്ക് പങ്കെടുത്തായിരുന്നു. ആ ജപമാല റാലിക്ക് വരാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 1 തുടങ്ങി 25 വരെ ഞാൻ ഇതുവരെ അങ്ങനെ ഇറച്ചി മീനൊന്നും അങ്ങനെ നോമ്പെടുക്കാറോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നോമ്പ് സാധാരണ നമ്മുടെ നോമ്പിന് ഞാൻ ആ നോമ്പെടുക്കും, ഇറച്ചിക്ക് മാത്രം. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഉപേക്ഷിക്കാറില്ല. ഞാനങ്ങനെ ഇറച്ചിയും മീനും നോമ്പെടുത്ത് പിന്നെ ഞാൻ ആ ജപമാല റാലിക്ക് ഫുള്ള് പങ്കെടുത്ത് കാലൊക്കെ വേനെടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടായാലും ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടുപോയിട്ട് പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അവിടെ മാളയിൽ കരുണാഭവൻ ഉണ്ട്. അവിടെ എല്ലാ ശനിയാഴ്ചകളിലും പോയി അവിടെ ഇങ്ങനെ പല സ്ഥലത്തു നിന്ന് വരുന്ന വയ്യാത്ത അമ്മച്ചിമാർ താമസിക്കണ സ്ഥലം, അവിടെ അവരുടെ റൂമൊക്കെ അടിച്ചു വാരി തുടച്ചു കൊടുക്കും. പിന്നെ അവരോട് സംസാരിക്കാറുണ്ട്, അവരുടെ വിഷമങ്ങളൊക്കെ പറയാറുണ്ട്. പിന്നെ ഈ പത്രം കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവരുടെ സങ്കടങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഏപ്രിൽ 4 ആ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നുള്ളൂ കേട്ടത്തിൻ്റെ. ആ എക്സാമിന് തന്നെ എനിക്ക് പാസ്സാവാൻ മാതാവ് അവസരം തന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം മാതാവ് തന്നതിന്. അതിന് ഞാൻ പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്കുണ്ടായ വേറൊരു ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ RRB NTPCയുടെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ ആ എക്സാമിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ വന്ന സമയം, കോളേജിലെ ഓണം സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ടായിരുന്നു. ആ തലേ ദിവസം അവധി ആയതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ചൊവ്വാഴ്ച ബുധനാഴ്ച കണ്ട ഈ RRBയുടെ ഹോൾ ടിക്കറ്റ് വന്നത്. ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്, മെഹന്തി യൂസ് ചെയ്യണവരെ എക്സാം ഹോളിലേക്ക് കയറ്റില്ല എന്ന്. പിന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന നിയമം കറക്റ്റായിട്ട് പാലിക്കും. അപ്പോൾ എൻ്റെ കൈമ ഈ കൈയുടെ ഉള്ളം കയ്യിൽ ഫുള്ള് മൈലാഞ്ചി ഇങ്ങനെ രസമായിട്ട് കൂട്ടുകാരത്തി ഇട്ട് തന്നേക്കാം. അത് വെച്ചിട്ട് പോയാൽ എനിക്ക് കയറാൻ പറ്റില്ല. പിന്നെ ഞാൻ എക്സാം എഴുതാമെന്ന് വിചാരിച്ചത് കൊണ്ട് എനിക്ക് അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഞാൻ പറയട്ടെ, അന്ന് എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ആ എക്സാം ഹോളിൽ വന്നിരുന്ന ആ ഇൻവിജിലേറ്ററായിട്ട് വന്ന സാറുമാരും അവരാരും, ആ പോലീസുകാർ എന്നെ ചെക്ക് ചെയ്തവരോ ആരും എന്നെ തടഞ്ഞില്ല. എനിക്ക് അതും എന്നെ മാതാവ് അവരുടെ അടുത്തൊന്നും വേറെ തടയലൊന്നും ഇല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ആ എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഇതുപോലെ വേറെ ചെറിയ ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യം എൻ്റെ തെറ്റും കൊണ്ടും പിന്നെ മറ്റു വണ്ടിക്കാരുടെ തെറ്റുകൾ കൊണ്ടും പല പ്രാവശ്യം വണ്ടി ഇടിക്കാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു പോറൽ പോലും ഇല്ലാണ്ട് മാതാവ് എന്നെ പൊന്നു പോലെ കാത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ. ഇനി തുടർന്നും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ജോലി കിട്ടാലും എന്തായാലും ഞാൻ ഈ മാതാവിനോടുള്ള ആ ഒരു കണക്ഷൻ ഞാൻ വിടില്ല, അത് ഉറപ്പാണ്. ജെറമിയ 31:16 കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിൻ്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. അനില മരിയ എന്ന മകൾ തൻ്റെ കേറ്ററ്റ് പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി 5 തവണ പരാജയപ്പെട്ട് എല്ലാവരുടെ മുമ്പിൽ ഏറെ ക്ലേശിതയായി, ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഇത്രത്തോളം പഠിച്ചിട്ട് ഈ ഒരു ക്വാളിഫയിങ് പരീക്ഷ മാത്രം പരാജയപ്പെടുന്നതിന് ഏറെ നാണക്കേട് സഹിച്ച് മകൾ ആകെ അടിപതറി നിൽക്കുമ്പോഴാണ് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കേറ്ററ്റ് പരീക്ഷ എഴുതുന്ന സഹോദരങ്ങൾക്കറിയാം, അത് ഏതാണ്ട് ജോലിയിലാണെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടുന്നത് പോലെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് പാസ്സാവാതെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ പറ്റാത്ത വിധത്തിൽ ഇത് അനിവാര്യമായി മാറിയിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വലിയ പ്രയാസമില്ലാത്ത ഒരു പരീക്ഷയാണെങ്കിലും ഏറ്റവും നന്നായി പഠിക്കുന്ന മക്കൾ പോലും ചിലപ്പോൾ ഏറെ ക്ലേശിച്ച് തുടർച്ചയായി 7, 8, 10 തവണയൊക്കെ എഴുതി ഇത് ലഭിക്കാതെ വല്ലാത്ത മനോവിഷമത്തോടു കൂടി പോകുന്ന സാഹചര്യം ഇന്ന് നമുക്കിടയിലുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് മകൾ ഈ സാക്ഷ്യം ഈ എൽത്താരയിൽ പങ്കുവെക്കുമ്പോഴും. ബാക്കി എല്ലാ തരത്തിലും അവളുടെ നല്ല ട്രാക്ക് റെക്കോർഡുണ്ട്.
നല്ല അക്കാഡമിക് പ്രൊഫഷൻസി ഉണ്ട്. എങ്കിൽ കൂടിയും കേറ്ററ്റ് ഒന്ന് എഴുതിയെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ ഒന്നൊഴിയാതെ പരാജയപ്പെടുന്നു. ചിലപ്പോഴെങ്കിലും അറ്റപ്പറ്റ വന്ന് നിസ്സാര മാർക്കുകൾക്ക് അത് കിട്ടാതെ പോവുകയും ചെയ്യുന്നു. അതിനാണ് മകൾ വന്ന് അമ്മയുടെ സന്നിധിയിൽ ശരണപ്പെടുക, ഉടമ്പടി എടുക്കുന്നത്, ഉടമ്പടി പ്രകാരം ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുന്നത്. ഉടമ്പടിയിൽ എന്തൊക്കെയാണോ അമ്മ മാതാവിനോട് വാഗ്ദാനം ചെയ്തത്, ആ വാഗ്ദാനം ചെയ്ത നിബന്ധനകളൊക്കെയും പാലിച്ച് ഉടമ്പടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ മകൾ പരിശ്രമിക്കുന്നത്. അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് 6ാമത്തെ പരീക്ഷയ്ക്ക് മകൾ പോകുന്നത്. ആ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, അതിനു മുമ്പ് ഓരോ തവണ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഒരു ചെറിയ കാര്യം ചോദിച്ചാൽ പോലും അത് സഹായിക്കുവാൻ പറ്റാതെ മറുപടി പറയുവാൻ പോലും മനസ്സില്ലാത്ത വിധത്തിൽ ദേഷ്യപ്പെടുന്ന അധ്യാപകരാണ് ഇൻവിജിലേറ്റേഴ്സായി കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ പോകുമ്പോൾ മാതാവിൻ്റെ നിറമുള്ള വസ്ത്രം ധരിച്ചവരെ അവിടെ കണ്ടെത്തുന്നു. സ്നേഹത്തോടു കൂടി ഇടപഴകുന്ന ഇൻവിജിലേറ്റേഴ്സിനെ അവിടെ കിട്ടുന്നു. സന്തോഷത്തോടു കൂടി പുറത്തു വന്ന് ആ പരീക്ഷയുടെ നിമിഷങ്ങളിലൊക്കെയും എവിടെയെങ്കിലും ഒരു സംശയം വന്നാൽ എനിക്ക് ഉറച്ചു ചോദിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മയുടെ സംരക്ഷണം തേടിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉത്തരങ്ങൾ എഴുതി പൂർത്തീകരിച്ച് പുറത്തു വന്ന് അത് പരിശോധിക്കുമ്പോൾ മകൾ തിരിച്ചറിയുന്നുണ്ട്, ആദ്യത്തെ 4 സെക്ഷന് കൂടി 66 മാർക്ക്. അത് അത്രയുമേ ഉള്ളുവെങ്കിൽ അത് 90 എത്തുക പ്രയാസമാണ്. എങ്കിൽ അമ്മ മാതാവ് ആ ഇംഗ്ലീഷിൻ്റെ കീ നോക്കിക്കഴിയുമ്പോൾ കൃത്യം 90 എന്ന് മകളെ അറിയിക്കുകയാണ്. അവിടെയാണ് മകൾ ആദ്യം അമ്മയിലുള്ള ആത്മവിശ്വാസം നേടിയെടുക്കുന്നത്. എനിക്ക് വരാൻ പോകുന്ന റിസൾട്ട് എന്തുമാകട്ടെ, പക്ഷേ എൻ്റെ കീ നോക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ മാതാവ് വിജയിക്കുന്നു, കൂടെയുണ്ട്, നിനക്കത് കിട്ടുമെന്ന സന്ദേശം കൊടുത്ത് മകളെ സഹായിക്കുന്നു. ആ എന്താണോ കൊടുത്ത സന്ദേശം അതിൻ്റെ യാഥാർത്ഥ്യം അതേ മാർക്ക് 90 മാർക്ക് തന്നെ മകളുടെ ആ കേറ്ററ്റ് പരീക്ഷയ്ക്ക് നൽകിക്കൊണ്ട് ആ ക്വാളിഫയിങ് മാർക്ക് കടക്കുവാൻ മകൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കണ്ണീരോടുകൂടിയാണ് ഈ സാക്ഷ്യം മുഴുവൻ മകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അത്രയേറെ വൈകാരികമായി ആ പരീക്ഷകൾ പരാജയപ്പെട്ടതിൻ്റെ നൊമ്പരങ്ങൾ, പലരും പലതും ചോദിച്ചതിൻ്റെ വിഷമങ്ങൾ ഒക്കെ ഉള്ളിലുള്ളപ്പോഴും അമ്മയിൽ ശരണപ്പെട്ട് തൻ്റെ കഴിവ് കൊണ്ട് നേടാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ചൊരു കാര്യത്തെ അമ്മയുടെ കൃപയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ആ കിട്ടാക്കനിയായി നിന്ന വിജയം മകൾക്ക് അമ്മ മാതാവ് അനുവദിച്ചു കൊടുത്തതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഏറെ നമ്മൾ പരിശ്രമിച്ച് പരാജയപ്പെട്ട വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കഴിവുകൾ അടിയറ വെച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്ക്. പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ, ഈശോയുടെ അനുഗ്രഹത്താൽ ഉടമ്പടിയെ നാം ആദരിക്കുന്നത് കൊണ്ട് ഉടമ്പടി അംഗീകരിച്ച് നമുക്കത് വിജയമാക്കി നൽകുവാൻ അമ്മയുടെ സഹായം കൂടെ വരും. അതിൻ്റെ സാക്ഷ്യം ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.